السلام عليكم ورحمة الله وبركاته. عن عمران بن حسين قال النبي صلى الله عليه وسلم الحياء لا يأتي إلا بخير. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി അലൈഹി തൻ്റെ കിതാബുൽ അദബിൽ ബാബുൽ ഹയാ എന്ന് പറയുന്ന ബാബിൽ പറഞ്ഞ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലജ്ജ, ഹയാ നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന്. നമുക്കറിയാം, ലജ്ജയില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും തോന്നിയതുപോലെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. ലജ്ജ, നാണം എന്നുള്ളത് ഒരു വിശ്വാസിക്ക് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതില്ലാത്തതാണ് ഇന്നത്തെ തലമുറയിൽ ഒരുപാട് തെറ്റുകൾ വർദ്ധിക്കുന്നതിനും ജീവിതം തോന്നിയതുപോലെ കൊണ്ടുപോകുന്നതിനുമൊക്കെ കാരണമാകുന്നത്. പടപ്പുകളെ പേടിക്കുക എന്നുള്ളത് പണ്ട് മുതലേ, പടച്ചവനെ പേടിയില്ലെങ്കിലും പടപ്പുകളെ പേടിക്കുക എന്നുള്ളത് നമ്മളൊക്കെ പറയാറുണ്ട്. പടപ്പുകളോടും ഇന്ന് പേടിയില്ല, ലജ്ജയില്ല. അതുകൊണ്ട് എന്ത് കാര്യവും തോന്നിയതുപോലെ ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്, യുവതലമുറ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ തെറ്റുകളിലൊക്കെ അടിസ്ഥാനം ലജ്ജയില്ലായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലജ്ജയ്ക്ക് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. ലജ്ജ ഒരിക്കലും മോശം സ്വഭാവമല്ല, മോശം ഗുണമല്ല. അല്ലാഹു വറസൂലുഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.